എ ബി സമം 12, ബി സി സമം 20, എ സി സമം 15 ആയാൽ എ ബി സിയുടെ വില കാണുക. എ ഇൻറ്റു ബി തന്നിട്ടുണ്ട് 12, ബി ഇൻറ്റു സി 20 ആണ്, എ ഇൻറ്റു സി 15 ആയാൽ എ ഇൻറ്റു ബി ഇൻറ്റു സി കാണണം. നമുക്ക് ഇവിടെ 3 സമവാക്യങ്ങൾ തന്നിരിക്കുകയാണ്. ഇതൊരു സമവാക്യം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഈ 3 സമവാക്യത്തിൻ്റെയും ഇടതുവശങ്ങൾ തമ്മിൽ ഗുണിക്കുക, 3ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഗുണിക്കുക. ഇവിടെ എന്താണ്? എ ബി ഗുണിക്കണം, ഇവിടെ എന്താണ്? ബി സി ഗുണിക്കണം, ഇവിടെ എന്താണ്? എ സി. നമുക്ക് 3 സമവാക്യങ്ങളുടെയും ഇടതുവശങ്ങൾ ഗുണിച്ചു. സമം 3 സമവാക്യങ്ങളുടെയും വലതുവശങ്ങൾ ഗുണിക്കുക. ഇവിടെ എത്രയാണ്? 12 ഇൻറ്റു ഇവിടെ 20 ഇൻറ്റു ഇവിടെ 15. ഇത് ഗുണിക്കുമ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ, ബി ഇൻറ്റു ബി സ്ക്വയർ, സി ഇൻറ്റു സി സ്ക്വയർ, എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ സമം ഇത് ഗുണിക്കുക. 12 ഇൻറ്റു 15 180 വരും. 180 ഇൻറ്റു 20, അപ്പോൾ 18 ഇൻറ്റു 2 36. അതിലത്തെ ഒരു 0 നിർത്തി ഒരു 0, അപ്പോൾ 3600 എന്ന് വരും. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ സമം 3600. ഇതിനെ നമുക്ക് എല്ലാത്തിനും സ്ക്വയർ അല്ലേ, അപ്പോൾ ഇതിനെ എ ബി സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ ബി സി ഹോൾ സ്ക്വയർ സമം 3600. എ ബി സിയുടെ സ്ക്വയർ 3600 ആണെങ്കിൽ എ ബി സി എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് ഓഫ് 3600. 3600 റൂട്ട് കാണും. 36ൻ്റെ റൂട്ട് 6, 6 36. എത്ര 0 ഉണ്ടോ അതിൻ്റെ പകുതി 0 എഴുതുക. ഇവിടെ 2 0 ആണ്, ഒരു 0 ഇട്ടാൽ മതി. എ ബി സിയുടെ വില 60.